തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ 1 വയസ്സുകാരന്റെ മരണത്തിൽ അന്വേഷണം. പിതാവ് ഷിജിൽ നൽകിയ ബിസ്ക്കറ്റ് കഴിച്ചതിന് പിന്നാലെയായിരുന്നു കുഞ്ഞ് കുഴഞ്ഞു വീണ് മരിച്ചതെന്നാണ് അമ്മയുടെ കുടുംബത്തിന്റെ പരാതി. ഭർത്തൃവീട്ടുകാർ കൃഷ്ണപ്രിയയെ ഉപദ്രവിച്ചിരുന്നുവെന്നും കുട്ടിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലായിരുന്നുവെന്നും കുടുംബം പറയുന്നു. കുട്ടിയുടെ അച്ഛൻ പോലീസ് നിരീക്ഷണത്തിലാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ പിതാവിന്റെ കയ്യിൽ നിന്നും ബിസ്ക്കറ്റ് കഴിച്ച 1 വയസ്സുള്ള കുട്ടി പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയും അതിനെ തുടർന്ന് ചെറിയ ദുരൂഹതയും മറ്റും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് ഈ ഒരു കുട്ടിയുടെ 1 വയസ്സുള്ള കുട്ടിയുടെ അമ്മയുടെ വീട്ടിന്റെ മുൻപിലാണ്. ഇഹാൻ എന്നാണ് കുട്ടിയുടെ പേര്. കൃഷ്ണപ്രിയയുടെ വീടിന് മുൻപാണ് നമ്മളുള്ളത്. ഈ ഒരു കൃഷ്ണപ്രിയയുടെയും ഷിജിലിന്റെയും പിതാവിന്റെ പേര് ഷിജിൽ എന്നാണ്. ഷിജിലിന്റെയും വിവാഹം കഴിഞ്ഞ് അതിനുശേഷം ഇവർ കുടുംബപരമായ ചില ബുദ്ധിമുട്ടുകൾ കാരണം, അതായത് ഇവർ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ കാരണം പിരിഞ്ഞിരിക്കുകയായിരുന്നു. അതിനുശേഷം പോലീസിന്റെ ഇടപെടലിനെ തുടർന്ന് ഒരു 40 ദിവസത്തിലധികം മാത്രമായിട്ടേ ഉള്ളൂ ഈ ഒരു 1 വയസ്സുള്ള കുട്ടി പിതാവിന്റെ കൂടി, അതായത് പിതാവിന്റെയും ഭാര്യയുടെയും അമ്മയുടെയും കൂടെ ഒരു വാടക വീട്ടിലേക്ക് മാറുന്നത്. നെയ്യാറ്റിൻകരയിലാണ്. ഇപ്പോൾ മുണ്ടുകോണത്തെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിനുശേഷം അതായത് 45 ദിവസത്തോളം ഈ വാടക വീട്ടിൽ തുടരുകയും അവിടെ നിന്നും കുട്ടിക്ക് ഇടയ്ക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഒരു പിതാവ് ബിസ്ക്കറ്റ് നൽകുന്നു. ആ ബിസ്ക്കറ്റ് നൽകിയ ഉടൻ തന്നെ കുഴഞ്ഞു വീണ് മരിക്കുന്നു. പിതാവ് കൊണ്ടുവന്ന ബിസ്ക്കറ്റാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. ആശുപത്രിയിൽ എത്തിച്ച കുട്ടി മരണപ്പെട്ടു എന്ന കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് ഈ ഒരു അമ്മ വീട്ടിൽ, അതായത് കൃഷ്ണപ്രിയയുടെ ബന്ധുക്കളടക്കം ആശുപത്രിയിൽ ബഹളം വെച്ചതിനെ തുടർന്ന് പോലീസ് എത്തുകയും പോലീസിന്റെ നേതൃത്വത്തിൽ പിന്നീട് പോസ്റ്റ്മോർട്ടം മറ്റ് ഫോറൻസിക് പരിശോധന അടക്കം നടക്കുകയായിരുന്നു. അതിനിടയിലാണ് കുട്ടിയുടെ ഇടത് കൈക്ക് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. ഒപ്പം തലയുടെ ഭാഗത്തടക്കം പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന കാര്യം വ്യക്തമാവുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് പോലീസ് കടന്നതും. അതിനുശേഷം അതായത് പല ആരോപണങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇതിൽ കൃത്യമായി കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് അതായത് കുട്ടിയുടെ, അതായത് പിതാവിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീട് മാറി നിൽക്കുകയും അമ്മയുടെ വീട്ടിലേക്ക് തന്നെ വരികയും ചെയ്തത്. പക്ഷെ ആ വീട്ടിൽ നിന്നും ഭാര്യയ്ക്ക്, അതായത് ഈ അമ്മയ്ക്ക് കൂടുതൽ ഭർത്തൃ പീഡനം, അതായത് ആ വീട്ടിൽ നിന്നും മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. അത് ശരിവെക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും ഈ കൃഷ്ണപ്രിയയുടെ അമ്മയുടെ ഭാഗത്ത് നടക്കം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ 1.5 വർഷക്കാലം ഇവിടെ ഉണ്ടായിരുന്നു. 3 മാസം ആയപ്പോഴും അവിടെ നിന്ന് ഗർഭിണിയായി ഇവിടെ വന്നു. പിന്നെ പ്രസവം എല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞു 1 വയസ്സ് വരെ ഇവിടെ നിൽക്കിട്ടെന്ന് പറഞ്ഞു. അതിന് മുന്നേ ഒരു കേസൊക്കെ ഉണ്ടെന്നാണ് ഒരു അത്ര നല്ലവരല്ല കൂട്ടുകാർ. നിലവിൽ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ഫലത്തിനായി പോലീസും കുടുംബാംഗങ്ങളും കാത്തിരിക്കുകയാണ്. കാരണം ഇതിൽ പല ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ടെങ്കിലും അത് ശരിവെക്കുന്ന തരത്തിലുള്ള മറ്റ് തെളിവുകളിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളിൽ വ്യക്തത വരണമെങ്കിൽ വീട്ടിൽ ഈ മാതാവും പിതാവും മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് നടന്നൊരു സംഭവമായതുകൊണ്ട് തന്നെ കൂടുതൽ വ്യക്തത വരണമെങ്കിൽ ഫോറൻസിക് പരിശോധനാ ഫലവും ഒപ്പം പോസ്റ്റ്മോർട്ടം പരിശോധനാ ഫലവും വരേണ്ടി വരും. ഒപ്പം ഈ ഒരു പിതാവ് പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. അമ്മയെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഒരു കുഞ്ഞു നഷ്ടപ്പെട്ട് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരാഴ്ചയോളം സമയമെടുക്കും പോസ്റ്റ്മോർട്ടം ഫലം വരാൻ എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടുകൂടി ഇതിൽ എന്താണ് സംഭവിച്ചത്, കുട്ടിക്ക് മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, അതല്ലാത്ത തരത്തിലുള്ള ദുരൂഹതകൾ ശരിവെക്കുന്ന തരത്തിലുള്ള മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം വരികയുള്ളൂ. മുണ്ടുകോണത്ത് നിന്നും ക്യാമറമാൻ ഹരിയോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.